താനൂർ പെൺകുട്ടികളെ ഇവിടെ നിന്നും കൊണ്ടുപോയ റഹീം എന്ന യുവാവ് ആര്? എന്തുകൊണ്ട് മാധ്യമങ്ങൾ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല? മലയാളം മാത്രം അറിയാവുന്ന പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികൾ മുംബൈ ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്നും കൃത്യമായി അവിടെ നിന്നും മാറിയുള്ള മലയാളിയുടെ ബ്യൂട്ടി പാർലറിൽ എങ്ങനെ എത്തി? പെൺകുട്ടികൾ എത്തിയ ബ്യൂട്ടി പാർലർ ഇതിനു മുൻപും നിരവധി മലയാളി പെൺകുട്ടികളെ അടക്കം അനാശാസ്യത്തിന് പിടികൂടിയ പാർലർ എന്നും വിവരങ്ങൾ. പാലാരിവട്ടംകാരനായ ഉടമയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. ദുരൂഹത അവസാനിക്കുന്നില്ല. താനൂർ പോലീസ് ഈ കേസ് ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രമായി എടുത്ത് കുട്ടികളെ തിരിച്ചു കിട്ടിയതിനെ തുടർന്ന് ക്ലോസ് ചെയ്യരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് കാസ. തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കാസയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. കാസയുടെ കുറിപ്പ് വായിക്കാം. താനൂരിലെ പെൺകുട്ടികളെ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കരുത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടികളെ മാതാപിതാക്കൾക്ക് തിരിച്ചു ലഭിച്ചത്. അല്ല എങ്കിൽ അവർ കാമാത്തിപുരയിലെയോ അല്ലെങ്കിൽ മുംബൈയിലെ മറ്റേതെങ്കിലും ഒരു ഫ്ളാറ്റിലോ എത്തിപ്പെട്ടേനെ. മുംബൈ ഛത്രപതി ശിവാജി ടെർമിനലിൽ ആദ്യമായി എത്തുന്ന ഭാഷയറിയുന്ന 40 വയസ്സുള്ള ഒരു മലയാളിക്ക് പോലും വഴിയും പോകേണ്ട മാർഗങ്ങളും അറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ഒരു ഇടമാണ് എന്നിരിക്കെ മലയാളം മാത്രം അറിയാവുന്ന പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികൾ എങ്ങനെ അവിടെ നിന്നും മാറിയുള്ള മലയാളിയുടെ ബ്യൂട്ടി പാർലറിൽ തന്നെ ഇത്ര കൃത്യമായി എത്തി എന്നതിൽ ദുരൂഹതയുണ്ട്. പാലാരിവട്ടംകാരനായ ഒരു പ്രിൻസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ബ്യൂട്ടി പാർലർ എന്നും ഏതാനും വർഷം മുൻപ് മറ്റൊരു പേരിൽ പ്രവർത്തിച്ചിരുന്ന ആ ബ്യൂട്ടി പാർലറിൽ നിന്നും മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി പെൺകുട്ടികളെ അടക്കം അനാശാസ്യത്തിൽ പിടികൂടിയതായും മുംബൈ മലയാളികൾ തന്നെ വെളിപ്പെടുത്തുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു. കുട്ടികളെ തിരിച്ചറിയാതിരിക്കാനും മോഡേൺ ലുക്ക് ലഭിക്കാനും വേണ്ടി ആ രൂപം മാറ്റാൻ ബ്യൂട്ടി പാർലർ നടത്തിപ്പുകാരിയായ സ്ത്രീയുടെ വക സൗജന്യമായിരുന്നു. മുടിയും വെട്ടി പുരുകവും നല്ല ഷേപ്പാക്കി ഗ്ലാമർ കൂട്ടി ആ കുട്ടികളെ അവർ എവിടെയെങ്കിലും എത്തിക്കാൻ തിടുക്കപ്പെട്ടതാണോ എന്നും മലയാളം ചാനലുകളിൽ വാർത്ത വന്നു. മുംബൈയിൽ തന്നെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയതും ഒപ്പം പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയിട്ടുണ്ടെന്ന് കേരള പോലീസ് കണ്ടെത്തി കഴിഞ്ഞു എന്നും പോലീസ് പുറകെയുണ്ടെന്നും വാർത്തകൾ കണ്ടതോടെയാണോ കഥ മാറ്റിയത് എന്നും അന്വേഷിക്കണമെന്നും കാസ ആവശ്യപ്പെടുന്നു. ഇവിടെ മാധ്യമങ്ങളും മറ്റുള്ളവരും ബോധപൂർവം പെൺകുട്ടികളെ ഇവിടെ നിന്നും കൊണ്ടുപോയ റഹീം എന്ന യുവാവിനെ മറച്ചുപിടിക്കുകയാണ്. മാധ്യമങ്ങളും പോലീസും റഹീമിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല. കുട്ടികളെ മുംബൈയിലേക്ക് കൊണ്ടുപോയതിൽ റഹീമിന്റെ പങ്കും അവന്റെ നാട്ടിലും മുംബൈയിലുമുള്ള ബന്ധങ്ങളും അന്വേഷിക്കപ്പെടണം. റഹീമിന് പകരം ഒരു രാജേഷാണ് കുട്ടികളെ കൊണ്ടുപോയത് എങ്കിൽ കാണാമായിരുന്നു എന്നും കാസ കുറിക്കുന്നു. രാജേഷിന്റെ കുഞ്ഞമ്മയുടെ ആധാർ കാർഡിന്റെ കോപ്പി വരെ മാധ്യമങ്ങൾ പുറത്തുവിട്ടേനെ. പാവം മാതാപിതാക്കൾ ഈ വിഷയത്തിൽ നിരപരാധികളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. എന്നാൽ പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയതോടെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്ത രീതിയിൽ മാതാപിതാക്കളിലേക്കാണ് ചർച്ച മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത്. താനൂർ പോലീസ് ഈ കേസ് ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രമായി എടുത്ത് കുട്ടികളെ തിരിച്ചു കിട്ടിയതിനെ തുടർന്ന് ക്ലോസ് ചെയ്യരുത്. സമഗ്രമായ അന്വേഷണം വേണം. ഇതാണ് കാസയുടെ ആവശ്യം. കാസ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, ഈ ബ്യൂട്ടി പാർലറിനെ കുറിച്ച് ദുരൂഹമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2 വർഷം മുൻപ് മുംബൈയിൽ മലയാളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുവെന്നും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ഈ ബ്യൂട്ടി പാർലറിൽ വെച്ചാണ് എന്നാണ് വിവരങ്ങൾ. ഇതെല്ലാം ചേർത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യമായിരുന്നു. അതേസമയം നാട് വിട്ട് മഹാരാഷ്ട്രയിലെ പൂനെയിൽ കണ്ടെത്തിയ പെൺകുട്ടികളെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് പോലീസ് സംഘത്തിനൊപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടികളെ സ്വീകരിക്കാൻ മാതാപിതാക്കളും സഹോദരങ്ങളും എത്തിയിരുന്നു. കണ്ണീരോടെയാണ് മാതാപിതാക്കൾ മക്കളെ സ്വീകരിച്ചത്. നേരത്തെ കുട്ടികളുമായി മാതാപിതാക്കൾ വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. പെൺകുട്ടികളുടെ മൊഴി എടുക്കുകയാണ്. തുടർന്ന് CWCയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ.